ഹൃദയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഡ്രഗ് മൂവ് തുടങ്ങിയിരിക്കുകയാണ്. അത് വളരെ ശക്തമായിട്ട് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ധാരാളം അറസ്റ്റുകളും റെയ്ഡുകളൊക്കെ നടക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം വേട്ടമൃഗമാണ് ഈ ഡ്രഗ് മാഫിയ. 2014-16 കാലത്ത് ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നപ്പോഴും ഈ ഒരു പ്രശ്നത്തിന് അദ്ദേഹം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നു. ഇത്തവണ അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ പോലെ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പേരിട്ട് ഭയങ്കരമായൊരു ക്യാമ്പയിനായിട്ടാണ് നടത്തുന്നത്. ഇത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, എത്രത്തോളം ഇത് എഫക്റ്റീവാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അതായത് 2026 ജൂൺ 1 ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന രീതിയിൽ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. അതിനുശേഷം സംസ്ഥാനത്തുടനീളം കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഇപ്പോൾ പെരുമ്പാവൂരൊക്കെ എക്സാമ്പിളാണ്, ആ ഒരു കേന്ദ്രങ്ങളൊക്കെ സംബന്ധിച്ചും ഒരുപാട് പരിശോധനകളും അറസ്റ്റും ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ 2015 ഇതേ രീതിയിൽ ഒരു ഓപ്പറേഷൻ തന്നെ നടത്തിയപ്പോൾ അന്ന് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ പിടികൂടുകയും പിന്നീട് അവർ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് 2015 കഴിഞ്ഞ് ഇന്ന് 2025 എത്തിയപ്പോൾ ആ ജാമ്യത്തിൽ ഇറങ്ങിയ ആളുകൾ കുറച്ചും കൂടി വലിയൊരു ടീമായി ആ രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ. അതെ അതെ. അപ്പോൾ ഇനിയും അതേ രീതി തന്നെ തുടർന്നും വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരു 2030 ആകുമ്പോൾ അതേ മാഫിയ വീണ്ടും വളർന്ന് പന്തലിക്കാനുള്ള ഒരു സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. ആ സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന അനാസ്ഥകളും അതുപോലെ വിട്ടുവീഴ്ചകളൊക്കെ അവർ മനസ്സിലാക്കി ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരു പക്ഷേ പൂർണ്ണമായിട്ടും സക്സസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇതിൽ 2014-16 കാലത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ആ കാലത്ത് ഇവരെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഈ എൻഡ് യൂസേഴ്സിന്. ഇത് ഏറ്റവും അവസാനം ആരാണോ ഉപയോഗിക്കുന്നത് അവരെ പോയി പിടിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരെ പിടിക്കുന്നു. അതുപോലെ ഇത് വമ്പൻ സ്രാവുകളെ പിടിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്ന ഘട്ടത്തിൽ ഇവർ ചെയ്തത് ഇത് ഉപയോഗിക്കുന്ന വമ്പന്മാരെ പോയി പിടിക്കുക, അല്ലാതെ ഇതിൻ്റെ വേരുകളിലേക്ക് പോകല്ല ചെയ്തത്. ആരാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണോ അതിൻ്റെ ഗതാഗതം നടക്കുന്നത്, അതിൻ്റെയൊക്കെ പിന്നിൽ വൻ സ്രാവുകളുണ്ട്. അപ്പോൾ അവരൊന്നും പിടിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ച ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ നേരെ പോയിട്ട് ഒരു സിനിമാടിനെ പിടിക്കുന്നു. അതുപോലെ ആഷിക് കപൂറിനെതിരെയൊക്കെ വളരെ മോശമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ വരുന്നു. പക്ഷെ അത് വെറും ഒരു ഗോസിപ്പ് മാത്രമായിരുന്നു എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെ 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 അതെ. പക്ഷെ ആ കാലത്ത് അവർ വളരെയേറെ അപമാനിക്കപ്പെട്ടു. ഷൈൻ ടോം ചാക്കോ അത് ഉപയോഗിച്ചിരുന്ന ആളാണ് എന്ന് പറയാം. പക്ഷെ അയാളും എന്താ പറയുക, ഒരു അളവിൽ കവിഞ്ഞ ആക്രമണം നേരിട്ടു. യഥാർത്ഥത്തിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കൊന്നും ഇങ്ങനത്തെ ഒരു ഗതികേടെ വന്നിട്ടില്ല. ഇത് ഏറ്റവും അവസാനം ഉപയോഗിച്ച ആൾക്കാണ് ഇതിൻ്റെ പ്രശ്നം വന്നത്. ഇത് രമേശ് ചെന്നിത്തലയുടെ ഒരു സ്ഥിരം ഒരു തന്ത്രമായിട്ട് തന്നെ നമ്മൾ കാണണം. ഒരു സ്ഥിരം, അതായത് ആഭ്യന്തരമന്ത്രി ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കാൻ പറ്റിയൊരു ഐഡിയ ആണ്. കാരണം ഈ ഡ്രഗ് യൂസ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിൽ വരെ, സ്കൂൾ കുട്ടികളിൽ വരെ കിടക്കുന്ന ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടാൽ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു അറ്റൻഷൻ ഉണ്ട്. ജനങ്ങളിത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ അറ്റൻഷനെ ചൂഷണം ചെയ്യാം. ആഭ്യന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു പൊതുധാരണ ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് ഒന്നും നടക്കുന്നില്ല എന്നൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ചില ഗുണഫലങ്ങൾ പറ്റുക എന്നതിനപ്പുറത്തേക്ക് ഈ ഡ്രഗ് യൂസിൻ്റെ ഒരു വേരുകളെ തേടി പോവുകയും അതിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യാനുള്ള യാതൊരു പദ്ധതിയും പുള്ളിക്കുള്ളതായിട്ട് തോന്നുന്നില്ല. അതേ, നേരത്തെ ഇതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടായിരുന്നു 2015 ഓപ്പറേഷൻ ക്ലീൻ ക്യാമ്പസും അതുപോലെ ഓപ്പറേഷൻ സുരക്ഷയും. ഇത് രണ്ടും ഇതിനുള്ള വ്യക്തമായ ഒരു ഉദാഹരണം തന്നെയാണുള്ളത്. കാരണം ആ സമയത്തും ഒരു 1-2 മാസങ്ങളിൽ മാത്രമേ ഇതു സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളും അതുപോലെ പരിശോധനകളും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പം അത് സാധാരണ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. ഇതിൽ ഇനി ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സിനിമാ താരങ്ങളും അതുപോലെ സെലിബ്രിറ്റീസും തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും വലിയ അഴിമതി ആരോപണങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ
പെട്ടെന്ന് തന്നെ ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഈ സിനിമാ താരങ്ങളെ പോയിട്ട് പിടികൂടുക എന്നുള്ളത്. അപ്പോൾ സിനിമാ താരങ്ങൾ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ ധാരണ പോലീസുകാരുടെ കയ്യിൽ പൊതുവിലുണ്ടാവും. ഇതൊന്നും വളരെ രഹസ്യമായ കാര്യങ്ങളല്ല. സിനിമാ താരങ്ങളെ സംബന്ധിച്ചത് വളരെ അവർക്കറിയാം. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അവർ പൊതുവിൽ ഈ കാര്യത്തിലൊക്കെ കുറച്ച് അനാർക്കിയുള്ളവരാണ്. അപ്പോൾ അവരുടെ അനാർക്കിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവരൊട്ടും രഹസ്യാത്മകതയും പുലർത്തണം എന്നില്ല ഈ കാര്യങ്ങൾ. കഞ്ചാവ് ഉപയോഗിക്കുന്നതൊക്കെ അവർ ഒരു പക്ഷേ പരസ്യമായിട്ട് പറഞ്ഞു നടക്കവർ ഇൻ്റർവ്യൂസിൽ വരെ പറഞ്ഞെന്ന് വരും. അങ്ങനത്തെ ആളുകളാണ് ഇവർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് പോലീസിൻ്റെ കയ്യിലാണ്. പോലീസൊന്നും ഇതിലേക്ക് വളരെ കാര്യമായിട്ട് ഇവരെ പോയിട്ട് പിടികൂടാൻ നിൽക്കില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ പുള്ളി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടാൻ സാഹചര്യം ഒരുങ്ങിയാൽ ഉടനെ അടുത്ത അറ്റാക്ക് സിനിമാ താരങ്ങളുടെ നേർക്കായിരിക്കും. 2015 അതാണ് ഹിമാലയൻ ചിറ്റ് ഫണ്ട് കേസിൽ ഇങ്ങേരുടെ പേരൊക്കെ ഉയർന്നു വന്നു. VS അച്യുതാനന്ദൻ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് രമേശ് ചെന്നിത്തല, കെ ബാബു ഇവർക്കൊക്കെതിരെ, KM മാണി ഇവർക്കൊക്കെതിരെ തുടങ്ങിയ ഘട്ടത്തിലാണ് ശ്രദ്ധ തിരിക്കാൻ എന്ന് തന്നെ നമുക്ക് സംശയിക്കാവുന്ന കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള പരിപാടികൾ ഒരുപക്ഷെ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. ഒരു 5-10 ഗ്രാം കഞ്ചാവില്ലാത്ത പല നടന്മാരുണ്ടാവില്ല കയ്യിൽ. ഇത് പോയിട്ട് പിടികൂടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള നീക്കങ്ങൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് ഇങ്ങനെ സർക്കാരിൻ്റെ വീഴ്ചകൾ മറച്ചു വയ്ക്കാനും പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പദ്ധതികൾ എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുറച്ച് പേരൊക്കെ പിടിയിലാവും, കുറേ പേര് വളരെ താഴെ തട്ടിലുള്ള കുറച്ച് പേരൊക്കെ പിടിയിലാവും എന്നല്ലാതെ ഇതുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതെ, ഇപ്പം ചർച്ചയായൊരു വിഷയമായിരുന്നു ജ്യോതിശാലയത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതിന്റെ പിന്നിലും ആരാണ് എന്ന കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സ്കൂൾ ക്യാമ്പസുകളിലും അതുപോലെ അടുത്തുള്ള കടകളിലും വിൽക്കുന്ന ഇതുപോലത്തെ ലഹരി പദാർത്ഥങ്ങളൊക്കെ. അതെ അതെ. മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള പ്രയോഗം ഈ 2015 കാലത്തൊക്കെയാണ് കാര്യമായിട്ട് ഭയങ്കരമായിട്ട് വരുന്നത്. മട്ടാഞ്ചേരി മാഫിയ, അതായത് പുരോഗമനകാരികളായിട്ടുള്ള കുറേ സിനിമാക്കാർ വരുന്നു. ആഷിഖ് അപ്പു അവർ സിനിമയിൽ പുരോഗമനപരമായിട്ടുള്ള പല മാറ്റങ്ങൾ വരുത്തുന്നു. ആ മാറ്റങ്ങളുടെയൊക്കെ ഒരു ബലം കിട്ടുന്നത്, അതിൻ്റെ ഒരു ഗുണഫലം കിട്ടുന്നത് ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പുരോഗമനകാരികളായിട്ടുള്ള വലിയൊരു പറ്റം ആളുകൾ വരുന്നതിൻ്റെ അതിനെതിരായിട്ടുള്ളൊരു മൂവായിരുന്നു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞൊരു പ്രയോഗം. അതായത് മട്ടാഞ്ചേരിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ കഞ്ചാവ് അടിക്കുന്നവർ എന്നൊക്കെയുള്ള ദുഷ്പ്രചാരണം വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. ആ പ്രചാരണത്തിന് ഒരു ശക്തി പകരുന്ന നീക്കമായിരുന്നു രമേശ് ചെന്നിത്തല നടത്തിയത്. ആ സമയത്ത് ആഷിഖ് കപൂറിനെതിരെയും റിമ കല്ലിങ്ങലിനെതിരെയൊക്കെ നടന്ന കടുത്ത ദുഷ്പ്രചരണം നമുക്കറിയാം. ഇവരൊക്കെ വലിയ വലിയ ഡ്രഗ് യൂസേഴ്സാണ്, ഇവരൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണെന്നുള്ള തരത്തിലൊക്കെയാണ് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു സാമൂഹ്യ വിപത്തിനെ ആക്രമിക്കാതെ അതിൻ്റെ പുറത്ത് ഈ പൊന്തയിൽ തല്ലി പോകുന്ന പരിപാടിയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് രമേശ് ചെന്നിത്തല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കാണേണ്ടി വരുന്ന തോന്നുന്നത്. അതെ, ഈ ഒരു ഓപ്പറേഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ പലതും പറയുന്നുണ്ട്. ഇപ്പോൾ തൂഫാൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ കൊടുങ്കാറ്റ് എന്നതാണ്. അതായത് ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് പെട്ടെന്ന് ഇല്ലാണ്ടായി പോവോ അല്ലെ ഒതുങ്ങിപ്പോകുമോ എന്ന ചർച്ചകൾ ഇവിടെ സജീവമാണ്. ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ കഞ്ചാവാണ്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വലിയ പുതിയതായിട്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പോഴും കഞ്ചാവ് ഇല്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ ഡ്രഗ്സിൻ്റെ സ്വഭാവം മാറിയത് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ആയതോട് കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എൻവലപ്പിൽ അയച്ചാൽ പോലും മറ്റേ കൊറിയർ വഴി വളരെ വ്യാപകമായിട്ടൊരു ഘട്ടത്തിൽ അയച്ചിരുന്നു. പിന്നീട് കൊറിയർ കമ്പനികൾ KYC ഒക്കെ യൂസേഴ്സിൻ്റെ KYC ഒക്കെ വളരെ സ്ട്രോങ് അത്യാവശ്യമാക്കിയതോട് കൂടിയിട്ട് കർക്കശാക്കിയതോട് കൂടിയിട്ട് അത് നിന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് ഒരു കാറിൻ്റെ ഒരു ഇതിലോ എന്താ പറയുക ഒരു ചെറിയ ഏതെങ്കിലും ഇടത്തിലൊക്കെ സ്പേസിൽ ഒളിപ്പിച്ചിട്ട് കൂളായിട്ട് കടത്താവുന്ന ഒരു സാധനമാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ്. ഇതിനൊക്കെ തടയുക എന്ന് പറഞ്ഞാൽ
ഒരു ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ പിടിക്കപ്പെടുന്നത് കാണുന്നുണ്ട്. 100 പേര് പിടിച്ച് 200 പേരെ പിടിച്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 പേര് സാധനം വേറെ കൊണ്ടുവന്നുണ്ടാവും. അതും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ അളവിലാണ്. അപ്പോൾ ഇത് പിടികൂടണമെങ്കിൽ അന്തർ സംസ്ഥാന തലത്തിൽ വേണം ഇതിനെ പിടികൂടാനുള്ള ശൃംഖലകൾ സൃഷ്ടിക്കാൻ. അതിന് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് തയ്യാറാവണം, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാണ്. പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വമായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നവർ. ഇപ്പോൾ ആന്ധ്ര ഒഡീഷ ബോർഡറിലാണ് കഞ്ചാവ് ഉള്ളത്. കഞ്ചാവിൻ്റെ കൃഷി വ്യാപകമായിട്ടാണ്. അവിടെ നിന്നാണ് കൂടുതലും കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? ആന്ധ്ര ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് സർക്കാരിന് വേണമെങ്കിൽ അവരുമായിട്ടൊരു നീക്കുപോക്കിലെത്തിയിട്ട് ഒരു ദൗത്യത്തിനൊക്കെ ഇറങ്ങാവുന്നതാണ്. അതിന് പക്ഷേ ആന്ധ്ര സർക്കാർ തയ്യാറാണ്. അവരെ സംബന്ധിച്ച് അവിടെ ഓപ്പറേഷൻ തൂഫാനൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമല്ല, അവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമല്ല. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ ജനങ്ങൾ വളരെ വലിയ ഗൗരവമുള്ള പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ജനവിഭാഗം അവിടെ ഇല്ല. അവരെ സംബന്ധിച്ച് അതിലും വലിയ പ്രശ്നങ്ങൾ, ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു വിഷയമല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വരുന്നതിനെ സ്വീകരിക്കുക എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമുക്ക് പിന്നെയുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും ഇതിലൊന്നും കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അവരാണിതിൽ എന്തെങ്കിലും നടപടി എടുക്കേണ്ട ഒരു വിഭാഗം. അതുപോലെ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് ഇടപെടൽ നടത്താം. ED ഒക്കെ മറ്റു പല ജോലികളാണ് ചെയ്യുന്നത്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ കേന്ദ്രത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും യാതൊരു പിന്തുണയില്ലാത്ത ഒരു പ്രോഗ്രാമിന്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന് ഒരു പരിധിക്കപ്പുറം ഒന്നും മുമ്പോട്ട് പോകാൻ കഴിയും തോന്നുന്നില്ല. മുമ്പോട്ട് പോകണമെങ്കിൽ അവരൊക്കെ പിന്തുണ ഉണ്ടായി തീരൂ. അത് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ DGP പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ പോലീസുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലാകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവേ നമ്മൾ കേരളത്തിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ വഴിതെറ്റിക്കുന്നതെന്ന്. അവരാണ് കൂടുതലും ഈ ലഹരി മാഫിയയുടെ പിന്നിലുള്ളതെന്നും ലഹരി പദാർത്ഥങ്ങൾ കൂടുതലും കേരളത്തിൽ എത്തിക്കുന്നത് അവരാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് പെരുമ്പാവൂരിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണുന്നത്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. വളരെ വിസിബിളാണ് ഇവർ കൊണ്ടുവരുന്നത്. ചിലതൊക്കെ പിടിക്കുന്നുണ്ട്. കഞ്ചാവൊക്കെ ആകുമ്പോൾ കുറേം കൂടി പിടിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. മറ്റ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ആകുമ്പോൾ പോക്കലിട്ട് വരാവുന്ന സാധനം എത്രത്തോളം പിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ വേറെ കാര്യം. അപ്പോൾ ഈ കഞ്ചാവൊക്കെ ധാരാളം പിടിക്കുന്നുണ്ട്. ഇവരുടെ ബാക്ക് പാക്കിൽ നിന്നൊക്കെ ധാരാളം പിടിക്കുന്നുണ്ട്. ട്രെയിനിൻ്റെ ചില ബോഗികളിലൊക്കെ സെർച്ച് നടത്തിയിട്ടൊക്കെ അവർ പിടിക്കുന്നുണ്ട്. അതല്ലാതെ വലിയ തോതിലുള്ള ഒരു നടക്കുന്നില്ല. അപ്പോൾ ഡിമാൻഡ് എവിടെയാണോ അവിടെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ തന്ത്രം. അതായത് അപ്പോൾ ഞാൻ കഞ്ചാവ് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ എന്നെ പിടിച്ചാൽ പിന്നെ ആ ഡിമാൻഡല്ലല്ലോ. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കഞ്ചാവ് കേസിൽ പെട്ട ആൾ ജീവപര്യന്തം തടവിലൊന്നുമല്ല. അയാൾ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് വീണ്ടും ഉപയോഗിക്കും. ഈ ജയിലിൽ കയറി പൊളിപ്പ് മാറിയ ഒരാളെ സംബന്ധിച്ച് ഇനി ഒന്നുകൂടി ജയിലിൽ പോകാനും വലിയ പ്രയാസമില്ല. അയാൾ കൂടുതൽ ഉപയോഗിക്കും. ചിലപ്പോൾ അയാൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ജയിലിൽ പോയ ഒരാളല്ലേ, അയാളെ സംബന്ധിച്ച് അയാൾ വീണ്ടും ഇതിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങി വിതരണക്കാരനായിട്ട് മാറുകയും ചെയ്യാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഡിമാൻഡിനെ കുറച്ചിട്ട് ഇതിൻ്റെ വേരുകളെ അറക്കാം എന്ന പോലീസിൻ്റെ തന്ത്രം എത്രത്തോളം ഫലപ്രദമാവും എന്നുള്ളതാണ് നമ്മളിനി കണ്ടറിയേണ്ടത്.